ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് ബിസിനസ് റിസർച്ച് ചാപ്റ്ററിലെ ലാസ്റ്റ് സെഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ തിങ്ക് ഈ ഒരു സെഷനിലൂടെ നമുക്ക് ബിസിനസ് റിസർച്ച് ചാപ്റ്റർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനിവേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏരിയാസ് ഓഫ് ബിസിനസ് റിസർച്ചും അതേപോലെ സ്റ്റേജസ് ഓഫ് ബിസിനസ് റിസർച്ച്. നോക്കാം. ഏരിയ ഓഫ് ബിസിനസ് റിസർച്ച്, എവിടേക്കാണ് നമുക്ക് ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് എവിടെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിലാണ് ഈ പറഞ്ഞ റിസർച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത്. മാർക്കറ്റ് റിസർച്ച്, പ്രൊഡക്റ്റ് റിസർച്ച്, അഡ്വർടൈസിങ്, മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. മാർക്കറ്റ് റിസർച്ച്, നമ്മുടെ ഓർഗനൈസേഷൻ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബിസിനസ് ഫേംസ് ഒരു പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, കൺസ്യൂമേഴ്സിനെ നീഡ് ആൻഡ് വാണ്ട് അനുസരിച്ച് ഏത് പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഇത് ചെയ്യുന്നതിന് മുന്നേ, ഇതിന് മുകളിലുള്ള ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് സിനാരിയോ, കറണ്ട് മാർക്കറ്റ് ട്രെൻഡ് എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. പുതിയ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻ വന്നിട്ടുണ്ടോ, ഇപ്പോഴത്തെ എക്കോണമിക് ട്രെൻഡ് എന്താണ്, അതേപോലെ തന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെ പുതിയ പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എങ്ങനെയാണ്, ഇതിനുള്ള എല്ലാ ഫാക്ടേഴ്സും ഒരു കൺസ്യൂമറിൻ്റെ നീഡ് ആൻഡ് വാണ്ടിനെ റിലേറ്റ് ചെയ്ത് വരുന്നതും, അതേപോലെ നമുക്ക് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലോട്ട് എത്തി വരുമ്പോൾ നമുക്കതിൽ ഫേസ് ചെയ്യാവുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാവാം, ഒരു പ്രൊഡക്റ്റിനെ റിലേറ്റ് ചെയ്ത എല്ലാ ഫാക്ടേഴ്സിനും ബേസ് ചെയ്ത് നമുക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യാം. അതിനെക്കുറിച്ച് മാക്സിമം ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാം. കൺസ്യൂമേഴ്സിന് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, എന്ത് പ്രൊഡക്റ്റാണ് അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടൊരു റിസർച്ച് നമുക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യാം. നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഐഡിയ ബിസിനസ് റിസർച്ച് നമുക്ക് തരുന്നു. നെക്സ്റ്റ് ആണ് പ്രൊഡക്റ്റ് റിസർച്ച്. നമ്മൾ ഓർഗനൈസേഷൻ ഈ ഒരു മാർക്കറ്റ് റിസർച്ച് യൂട്ടിലൈസ് ചെയ്തു. അതിൻ്റെ ബേസിൽ നമുക്ക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്ന ബേസിൽ ഓർഗനൈസേഷൻ്റെ കൺസ്യൂമേഴ്സിന് എന്താണ് നീഡ് ആൻഡ് വാണ്ട് നമുക്ക് തീരുമാനമെടുക്കുന്നു. അതേപോലെ പുതിയ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് റിസർച്ചുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തു. ഇനി നെക്സ്റ്റ് ആണ് പ്രൊഡക്റ്റ് റിസർച്ചിലോട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ടെക്നോളജി, നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ, മണി മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് എത്രത്തോളം ഈ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും, അവർക്ക് ആവശ്യമുള്ള നീഡ് ആൻഡ് വാണ്ട് ബേസ് ചെയ്തിട്ടുള്ള, ഡിമാൻഡ് ബേസ് ചെയ്തിട്ടുള്ള എത്രത്തോളം നല്ല രീതിയിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു റിസർച്ച് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം, ഒരു റിസർച്ച് അനാലിസിസ് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം. നെക്സ്റ്റ് ആണ് അഡ്വർടൈസിങ് റിസർച്ച്. അഡ്വർടൈസിങ് റിസർച്ച് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ബൂസ്റ്റിൻ്റെ പരസ്യം കുറച്ച് നാൾ, ഒരു 2-3 ഇയേഴ്സ് ബിഫോർ സച്ചിൻ തെണ്ടുൽക്കർ ആയിരുന്നു ബൂസ്റ്റിൻ്റെ പരസ്യത്തിൽ ഉണ്ടായിരുന്നത്. ആ ഒരു സെലിബ്രിറ്റി ആയിരുന്നു. നെക്സ്റ്റ് പിന്നെ മഹേന്ദ്ര സിംഗ് ധോണിയായി, ഇപ്പോൾ വരുന്ന വിരാട് കോഹ്ലിയായി. അതായത് ഓരോ ട്രെൻഡ് മാറി മറിയുമ്പോൾ ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ, കറണ്ട് മാർക്കറ്റ് സിനാരിയോയിൽ ആരാണ് കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്നത്, അദ്ദേഹത്തിനാണ് ബൂസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി, ബ്രിട്ടാനിയ പറഞ്ഞ കമ്പനി അദ്ദേഹത്തിനാണ് ചൂസ് ചെയ്യുന്നത് അവരെ പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അഡ്വർടൈസിങ് റിസർച്ചിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രൊഡക്ട്സ് മാർക്കറ്റിലോട്ട് എത്തിക്കാം, ഏതൊക്കെ രീതിയിൽ കൺസ്യൂമേഴ്സിൻ്റെ ശ്രദ്ധ നമുക്ക് നമ്മളിലോട്ട്, നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാം. എത്ര ടൈം പീരീഡ്, ഏത്, ഇപ്പോൾ നമുക്ക് തന്നെ കാണാം. അതായത് ഒരു പുതിയൊരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ടി വിയിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ ഫിലിം 3 hours ആണെങ്കിലും ചില സമയത്ത് അത് 5 hours പ്രൊലോങ് ചെയ്യും. അതായത് ബാക്കിയുള്ള 2 മണിക്കൂർ അഡ്വർടൈസ്മെൻറ്റ് പോകും. അപ്പോൾ അതിന് ഒരു പുതിയ സിനിമയാകുമ്പോൾ അത് കാണാനായിട്ട് ആൾക്കാർ കൂടുതൽ വരും. ആ ഒരു സമയത്ത് അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു പീക്ക് ടൈമാണ്, മാക്സിമം ആൾക്കാരിലോട്ട് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ടെലിവിഷനിൽ വരുന്ന പീക്ക് ടൈം എന്ന്, ഏത് ടൈം ഫ്രെയിമിലാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്, ആരെയാണ് നമുക്ക് സെലിബ്രിറ്റി ആയിട്ട് നമ്മുടെ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി, നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഏത് സെലിബ്രിറ്റീനാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, എന്നിവയൊക്കെയുള്ള രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് റിസർച്ച് വേണ്ടി നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും ബിസിനസ് റിസർച്ചിലൂടെ. നെക്സ്റ്റ് ആണ് മാനേജ്മെൻറ്റ് റിസർച്ച്, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. മാനേജ്മെൻറ്റ് റിസർച്ചിൽ പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, കൺസ്യൂമേഴ്സിനെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, പക്ഷേ നമ്മുടെ എംപ്ലോയീസിനെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അവരെത്രത്തോളം ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന അത്രയും പ്രോഫിറ്റബിലിറ്റിയാണ് ഓർഗനൈസേഷൻ നമുക്ക് ലഭിക്കുക. അപ്പോൾ എംപ്ലോയീസിനെ കൂടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഓർഗനൈസേഷൻ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൊണ്ടുവരുന്ന ഡിസിഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ് എന്നൊക്കെ പറയുന്നത് എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ചിന്തിച്ചിട്ട് വേണം. എംപ്ലോയീസിന് എന്താണ് ആവശ്യം വരുന്നത്, അവർക്ക് വേജാണ് കൂടുതൽ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ലീവാണ് അവർക്ക് കൂടുതൽ ആവശ്യമുള്ളത്, ഹോളിഡേയ്സ് ആണ് കൂടുതൽ ആവശ്യമുള്ളത്, എന്നിവയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വിടാൻ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻ മാനേജ്മെൻറ്റ് തീരുമാനമെടുക്കാൻ വേണ്ടി. നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിൽ പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ പറയുന്നത് നമുക്ക് ദെർ ആർ സർട്ടൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഓർഗനൈസേഷൻ. നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കേട്ടിട്ടുണ്ടാവും. എല്ലാ ഓർഗനൈസേഷൻസും, എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യേണ്ടത്, അത് ഗവൺമെൻറ് റൂളാണ്. അതായത്
ഓർഗനൈസേഷൻ വളർന്നാൽ മാത്രം പോരാ, അതിനൊപ്പം തന്നെ ഓർഗനൈസേഷനെ സറൗണ്ട് ചെയ്ത് വരുന്ന സൊസൈറ്റി എന്തൊക്കെയാണ്, ആ സൊസൈറ്റീനെ കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ബിക്കോസ് ദ ഓർഗനൈസേഷൻ ഈസ് യൂട്ടിലൈസിങ് ദ റിസോഴ്സസ് ദാറ്റ് ദ സൊസൈറ്റി ഈസ് പ്രൊവൈഡിങ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, മാർക്കറ്റ് ചെയ്യുമ്പോൾ എൻവയോൺമെൻറ്റിനെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടോ? എൻവയോൺമെൻറ്റ് ഹസാർഡസ് ആയിട്ട് ഒരു രീതിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനും പാടില്ല, മാർക്കറ്റ് ചെയ്യാനും പാടില്ല പ്രൊഡക്ട്സ്. അപ്പോൾ എൻവയോൺമെൻറ്റിനെ കൺസിഡർ ചെയ്യണം, എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് നമ്മൾ നോക്കണം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നോക്കണം. അതോടൊപ്പം തന്നെ ഫിനാൻസിൽ പറയുന്നത് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, കൺസ്യൂമേഴ്സിനെ നീഡ് ആൻഡ് വാണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. പക്ഷേ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ റിസോഴ്സസ്, നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ഫണ്ട്, നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ടെക്നോളജി, ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കണം ഈ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കസ്റ്റമേഴ്സിന് നീഡ് ആൻഡ് വാണ്ട് പറയുന്നത് എ ഗ്രേഡ് പ്രൊഡക്ട്സ് ആണ്. ഏത് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അതിൻ്റെ എ ഗ്രേഡ് പ്രൊഡക്റ്റാണ് കസ്റ്റമേഴ്സിന് ഇപ്പോൾ താല്പര്യമുണ്ടെന്ന് പറയുന്നു. പക്ഷേ നമുക്ക് ഡെയിലിയുള്ള അവൈലബിൾ ഫണ്ടും അതേപോലെ ടെക്നോളജിയും റിസോഴ്സൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്കൊരു ബി ഗ്രേഡ് പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അത്രേ നമുക്ക് അതിൻ്റെ കേപ്പബിലിറ്റി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. പക്ഷേ എന്ന് കരുതി കസ്റ്റമേഴ്സിനെ നീഡ് ആൻഡ് വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് കരുതിയിട്ട് എ ഗ്രേഡ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് ബിസിനസ് ഓർഗനൈസേഷന് ലോൺ വാങ്ങിച്ച് അങ്ങനെ ബിസിനസ് നടത്താമെങ്കിലും there are situations wherein ആ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഫെയിലർ ആവാം. അപ്പോൾ there are situations wherein നമ്മുടെ കമ്പനി വൈൻഡിങ് അപ്പ് പൊസിഷൻ, ലിക്വിഡേറ്റിംഗ് പൊസിഷനിലോട്ട് എത്തി നിൽക്കാം. അപ്പം ഫിനാൻസിൽ പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എത്രയുണ്ട്, റിസോഴ്സസ് എന്തൊക്കെയാണ്, അവൈലബിൾ ടെക്നോളജി എന്താണ്, അവൈലബിൾ മാൻ പവർ എന്താണ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാർക്കറ്റ് റിസർച്ചിലോ ഫിനാൻസ് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി, നമ്മുടെ പൊസിഷൻ അനാലിസിസ് നടത്താൻ വേണ്ടിയും റിസർച്ച് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത ടോപ്പിക്കാണ് സ്റ്റേജസ് ഓഫ് ബിസിനസ് റിസർച്ച്. നമുക്ക് ടോട്ടൽ 8 സ്റ്റേജസ് ആണ് വരുന്നത്. ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ ഈ പറഞ്ഞ 8 സ്റ്റേജസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 8 സ്റ്റേജസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കിനിയുള്ള ലെഫ്റ്റ് ഓവർ ചാപ്റ്റേഴ്സ് വരുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ സ്റ്റേജസ് ഓഫ് ബിസിനസ് റിസർച്ചിൽ 3rd സ്റ്റേജ് എന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ ഫോർമുലേഷനാണ്. റിസർച്ച് ഡിസൈൻ ഫോർമുലേഷൻ ഈ ഒരു 3rd സ്റ്റേജാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ 3 നമ്മൾ നോക്കിയത്. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ തന്നെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റേജസ് ഓഫ് ബിസിനസ് റിസർച്ച് ടോട്ടൽ 8 ആണ് വരുന്നത്. നമുക്ക് നോക്കാം. സ്റ്റേജ് 1 പ്രോബ്ലം ഡെഫിനിഷൻ. The main objective is to identify or define the problem chosen for investigation. The main problem that a business organization might face are categorized into 4 categories: existing problem of routine nature, problems area needing improvement, sensitive and potentially problematic, advanced knowledge that can give an edge to the company while competing in the market. അപ്പോൾ ആദ്യത്തെ സ്റ്റേജാണ് പ്രോബ്ലം ഡെഫിനിഷൻ. ഒന്നുമില്ല, നമ്മൾ എന്താണ് ടോപ്പിക്ക് ചൂസ് ചെയ്തത്, നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ടോപ്പിക്കാണ് നമ്മൾ ചൂസ് ചെയ്തത് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിരിക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടോപ്പിക്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മുടെ എംപ്ലോയീസ് ഇടയ്ക്കിടയ്ക്ക് സ്ട്രൈക്കിന് പോകുന്നു, ഹർത്താൽ കണ്ടക്ട് ചെയ്യുന്നു, അതാണ് നമ്മുടെ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നതെങ്കിൽ ആദ്യം എംപ്ലോയീസ് ആരൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കണം. ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ട് എംപ്ലോയീസ് ആരൊക്കെയാണ്, എന്താണ് സ്ട്രൈക്ക്, എന്താണ് ഹർത്താൽ, എന്നൊക്കെയാണ് നടന്നത്, എന്തിനാണ് ആ കാരണങ്ങൾ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ആ ഫുൾ കാര്യങ്ങൾ നമുക്കൊരു വ്യക്തത വേണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് നമുക്കൊരു നല്ലൊരു ധാരണ വരണം, ഒരു അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യണം, നമുക്കതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിരിക്കണം. അതാണ് പ്രോബ്ലം ഡെഫിനിഷനിൽ പറയുന്നത്. Problem definition involves stating the general management research problems and identifying the specific components. Problem definition allows the researcher to set the proper research objectives. The researcher should take into account the purpose of the study, the relevant background information needed and how these are to be used in decision making. ഇപ്പോൾ നിങ്ങൾ 6th സെമസ്റ്ററിലെ പ്രൊജക്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു ടോപ്പിക്, ഫോർ എക്സാമ്പിൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് പ്രൊഡക്റ്റ് എക്സ്, ഇതാണ് നിങ്ങളുടെ ടോപ്പിക് എന്ന് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എക്സിൽ എന്താണ് പറയുന്നത്, ആ പ്രൊഡക്റ്റ് എക്സിനെ കുറിച്ചുള്ള റിലേറ്റഡ് കാര്യങ്ങൾ, റിലവൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ആ പ്രൊഡക്റ്റ് എക്സ് എന്ന് പറയുന്നത് ഏത് കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ റോ മെറ്റീരിയൽസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, അതിന് റിലേറ്റഡ് വരുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്. അപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ പ്രോബ്ലം ഡെഫിനിഷനിൽ ആ ടോപ്പിക്കിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവ് വേണം. എന്തെങ്കിലും റിലേറ്റഡ് തിയറീസ് ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് പ്രോബ്ലം ഡെഫിനിഷനിൽ പറയുന്നത്. In order to define a problem properly, we should determine the nature of the research,
a preliminary analysis must be conducted. പ്രോബ്ലം ഡെഫിനിഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആദ്യത്തെ 2 സ്റ്റെപ്പുകളാണ് പറയുന്നത്. ദ നേച്ചർ ഓഫ് ദ റിസർച്ചും എ പ്രിലിമിനറി അനാലിസിസ് മസ്റ്റ് ബി കണ്ടക്റ്റഡ്. നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന റിസർച്ച് ഏത് മെത്തേഡാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്, ഏത് മെത്തേഡിലൂടെയാണ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പോകുന്നത്, അതേപോലെ ഈ പറഞ്ഞ മെത്തേഡ്സ് നമുക്ക് സ്യൂട്ടബിൾ ആകുമോ, നമുക്കുള്ള ടൈം ഫ്രെയിം നമ്മുടെ എക്കോണമിക് ബഡ്ജറ്റും കോസ്റ്റൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്കിത് സമയത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ, ഇതിനെക്കുറിച്ചൊരു പ്രിലിമിനറി അനാലിസിസ് ആദ്യം കണ്ടക്ട് ചെയ്തിട്ട് വേണം ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കും ആ ഒരു മെത്തേഡ് നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി. സെക്കൻഡ് സ്റ്റേജാണ് ഡെവലപ്മെൻറ്റ് ഓഫ് എൻ അപ്രോച്ച് ടു ദ പ്രോബ്ലം, റിസർച്ച് ഡിസൈൻ ഫോർമുലേഷൻ. തേർഡ് സ്റ്റേജ് development of an approach to the problem. It includes formulating an objective or theoretical framework, analytical models, research questions, hypotheses, and identifying the characters or factors that can influence the research design. റിസർച്ച് ഡിസൈൻ എന്താ നമുക്കറിയാം, നമ്മളൊരു പ്ലാൻ ഓഫ് ആക്ഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് അപ്രോച്ച് ടു ദ പ്രോബ്ലം, ഏത് മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, ആ മെത്തേഡിന് മുമ്പ് സെയിം മെത്തേഡ് ഇതേ ടോപ്പിക് ആരെങ്കിലും റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ, ഇതിന് എത്ര കോസ്റ്റ് വരാം, നമ്മുടെ ഇതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്താണ് വേരിയബിൾസ് ഈ ഒരു ടോപ്പിക്കിന് റിലേറ്റഡ് വരുന്നത്, ഈ പറഞ്ഞ എല്ലാ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. ഈ ഒരു ഐഡിയ, ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ, ഈ ഒരു ഐഡിയ കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ, ഈ വേരിയബിൾസിനെ കുറിച്ച് ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ദെൻ വി ക്യാൻ ക്രിയേറ്റ് എ റിസർച്ച് ഡിസൈൻ, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ അപ്രോച്ച് ടു ദ പ്രോബ്ലം ആൻഡ് റിസർച്ച് ഡിസൈൻ ഫോർമുലേഷൻ, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചൊരു ഐഡിയ നമ്മുടെ കയ്യിൽ വേണം. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു റിസർച്ച് ഡിസൈൻ, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡാറ്റ കളക്ഷൻ 4th സ്റ്റെപ്പാണ്. ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ഫീൽഡ് വർക്ക്. ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ് ത്രൂ ഒബ്സർവേഷൻ, സർവേ ഓർ എക്സ്പെരിമെൻറ്റ്. ക്വസ്റ്റ്യനെയേഴ്സ്, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആൻഡ് ഒബ്സർവേഷണൽ ഫോംസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിവൈസസ് ടു കളക്ട് റോ ഡാറ്റ. നെക്സ്റ്റ് മെത്തേഡാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജാണ് ഡാറ്റ കളക്ഷൻ. നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങണം, ഫീൽഡിലോട്ട് ഇറങ്ങണം, ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി, ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി. മാക്സിമം പോസിബിൾ നമ്മുടെ ടോപ്പിക്കിന് റിലേറ്റഡ് വരുന്ന മാക്സിമം പോസിബിൾ ഡാറ്റ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങുന്നതിനാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നേരിട്ട് ചെന്ന് അവരുടെ അടുത്ത് ക്വസ്റ്റ്യനറിലൂടെ ക്വസ്റ്റ്യൻസ് ചോദിച്ച്, ഇൻ്റർവ്യൂ നടത്തി ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ഒബ്സർവ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ബിഹേവിയറൽ പാറ്റേൺ മനസ്സിലാക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും ഫീൽഡ് വർക്കിലോട്ട് ഇറങ്ങണം. ഡാറ്റ കളക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫീൽഡ് വർക്കാണ്, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. വേറിൻ വി enter into the market, we ask questions directly to the customers, we collect maximum possible information as possible. Next method ആണ് data analysis and interpretation. Data analysis and interpretation, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത്, അതായത് നമുക്ക് മാക്സിമം പോസിബിൾ നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് മാക്സിമം പോസിബിൾ ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ കറക്റ്റ് തന്നെയാണോ ശരിയാണോ തെറ്റാണോ അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തപ്പോൾ അത് നമ്മുടെ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ട് അതിന് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ അതും കൂടി നമ്മൾ അനാലിസിസ് നടത്തിയിരിക്കണം. ഇപ്പോൾ ദർ ആർ സിറ്റുവേഷൻ വരെ നമ്മൾ ക്വസ്റ്റ്യനർ നമ്മുടെ ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനർ ഫില്ലപ്പിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റെസ്പോണ്ടൻസ് ചില ക്വസ്റ്റ്യൻസിന് തെറ്റായിട്ടുള്ള ആൻസർ വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ബ്ലാങ്ക് ആയിട്ട് വിടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ കളക്ട് ചെയ്ത ഇൻഫോർമേഷനിൽ, ഈ കളക്ട് ചെയ്ത വാസ്റ്റ് ഇൻഫോർമേഷനിൽ ഏതൊക്കെ ഇൻഫോർമേഷനാണ് നമുക്ക് റിലവൻ്റ് ആയിട്ട് വരുന്നത്, നമ്മുടെ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, നമുക്ക് സ്യൂട്ടബിളായിട്ട് വരുന്നത് എന്നിവ മനസ്സിലാക്കുന്നതിനാണ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷനിൽ പറയുന്നത്. For such purposes, the following steps are taken: editing the data, handling blank responses, coding, categorizing, entering data. ആദ്യത്തെ സ്റ്റെപ്പാണ് എഡിറ്റിംഗ് ദ ഡാറ്റ. സെക്കൻഡ് സ്റ്റെപ്പ് ഹാൻഡിലിംഗ് ബ്ലാങ്ക് റെസ്പോൺസസ്. നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തു, നമ്മുടെ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടാണോ അല്ലയോ അതാദ്യം നമ്മൾ നോക്കണം. ചില സിറ്റുവേഷൻസ് വരെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ, അതായത് ക്വസ്റ്റ്യനർ നമ്മൾ കൊടുത്തിട്ട് റെസ്പോൺസ് ഫില്ല് ചെയ്യുമ്പോൾ അതിലവർ ആൻസർ ചെയ്യുമ്പോൾ അതിലത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാം, ഗ്രാമർ മിസ്റ്റേക്ക് വരാം. അതൊക്കെ ആദ്യം തന്നെ നമ്മളതൊക്കെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു മിസ്റ്റേക്സ് എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ ആദ്യം തന്നെ റെക്ടിഫൈ ചെയ്യണം. നെക്സ്റ്റ് ഹാൻഡിലിംഗ് ദ ബ്ലാങ്ക് റെസ്പോൺസസ്. ചില സിറ്റുവേഷൻസ് വരാം, റെസ്പോൺസ് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യേണ്ട ബ്ലാങ്ക് ആയിട്ട് വിടാം, അത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. നെക്സ്റ്റ് ആണ് കോഡിംഗ് എന്ന് പറയുന്നത്. കോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ, വാസ്റ്റായിട്ട് കളക്ട് ചെയ്ത ഡാറ്റ
കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് അനാലിസിസ് നടത്താൻ വേണ്ടി ഒരു ടേബിൾ ഫോർമാറ്റിലോട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് വി എൻ്റർ ദ ഡാറ്റ ഇൻ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ബിസിനസ് ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട് ആ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്റ്റ് ഏത് റീജിയനിലാണ് കൂടുതൽ സെയിൽ വരുന്നത്, തൃശ്ശൂരിലാണോ എറണാകുളത്താണോ കൂടുതൽ സെയിൽ വരുന്നതും, അതേപോലെ തന്നെ എത്ര ശതമാനം കൂടുതലാണ് തൃശ്ശൂരിൽ സെയിൽ വരുന്നത് എന്നിവ മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ us ഇഫ് വി എൻ്റർ ദ ഡാറ്റ ഇൻ ടു എക്സൽ ഷീറ്റ്. ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ എക്സൽ ഫോർമാറ്റായിട്ട് അത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മുടെ സമയവും അതേപോലെ നമുക്ക് കോസ്റ്റും വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു അനാലിസിസ് നടത്താൻ സാധിക്കും. ഏത് ഏരിയയിലാണ് എത്ര ശതമാനം എത്ര പെർസെൻറ്റേജാണ് ഇൻക്രീസ് അവിടെ വന്നിട്ടുള്ളത് എന്നിവ ബേസിലുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് അതിൻ്റെ അനാലിസിസ് നടത്താൻ നമുക്ക് ഈ കോഡിങ്ങിലൂടെ നമുക്ക് സഹായിക്കും. കാറ്റഗറൈസിങ് എൻ്ററിങ് ദ ഡാറ്റ. കാറ്റഗറൈസിങ്ങിൽ പറയുന്നത് നമ്മൾ ഈ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ റിസർച്ചറിന് അദ്ദേഹത്തിൻ്റെ അനാലിസിസ് ഇൻ്റർപ്രിട്ടേഷൻ പർപ്പസിന് വേണ്ടി കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി categorize ചെയ്താൽ that would be better. We can categorize the collected information on the basis of gender, on the basis of religion, on the basis of age, on the basis of employment, on the basis of schooling. എന്ത് ബേസിസിൽ വേണമെങ്കിൽ നമുക്ക് നമ്മൾ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ കാറ്റഗറൈസ് ചെയ്യാം, ടാബുലേറ്റ് ചെയ്യാം. നമ്മളൊരു ടാബുലർ ഫോർമാറ്റിലോട്ട് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ റിസർച്ചറിന് പർട്ടിക്കുലർ ടൈം ഫ്രെയിമിനുള്ളിൽ ആ പർട്ടിക്കുലർ എക്കോണമിക് ബഡ്ജറ്റിനുള്ളിൽ ആ റിസർച്ച് കണ്ടക്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ആണ് ഡ്രോയിങ് കൺക്ലൂഷൻ, റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. നമ്മൾ ഏതൊരു ബിസിനസ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോഴും നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ആ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കണം. ഇതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ റിസർച്ച്. ഇപ്പോൾ COVID-19 അതിനു വേണ്ടി തന്നെ ഇപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാ കൺട്രീസിലും ഇതിനു വേണ്ടിയുള്ള ആൻറ്റി വാക്സിനിൽ റിസർച്ച് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള ടൈം ഫ്രെയിം വിത്തിൻ ദിസ് ഇയർ ഇറ്റ് സെൽഫ്, ദ എൻഡ് ഓഫ് ദ 2020 തന്നെ ഇതിനൊരു ആൻറ്റി വൈറസ് കണ്ടുപിടിക്കണം, ആൻറ്റി വാക്സിൻ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഇത് ആൻറ്റി വാക്സിൻ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ഇത് മാർക്കറ്റിലോട്ട് എല്ലാ മേഖലകളിലും എല്ലാ ആൾക്കാരോട്ടും എത്തിക്കാനും സാധിക്കണം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിസർച്ച് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ ഒബ്ജക്റ്റീവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ എ പർട്ടിക്കുലർ പ്രോബ്ലം. അതാണ് ഡ്രോയിങ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ കണ്ടക്ട് ചെയ്ത ഇൻഫോർമേഷൻ ഈ കണ്ടക്ട് ചെയ്ത റിസർച്ചും ഈ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ ഡാറ്റാ ബേസിൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ സാധിച്ചോ ഇല്ലയോ, അത് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ബഡ്ജറ്റ് വന്നിട്ടുണ്ട്, എത്ര എക്കോണമിക് ബഡ്ജറ്റ്, എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്, എത്ര ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചത്, നമ്മൾ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മളൊരു റിപ്പോർട്ട് ഫോർമാറ്റിലോട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. ഇതാണ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഫോർ കണ്ടക്ടിങ് എ റിസർച്ച്. എന്താണ് പ്രോബ്ലം വരുന്നത്, അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും അതൊരു റിപ്പോർട്ട് ഫോർമാറ്റിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുക. സോ ദാറ്റ് ലേറ്റർ ഓൺ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ റിസർച്ചിൽ ഇൻഫോർമേഷൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യുകയും അതേപോലെ വേറെ ഏതെങ്കിലും റിസർച്ചർ ഇതേ ടോപ്പിക് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ട് പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ, തീസിസ് പ്രൊജക്ട് പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതേ പർട്ടിക്കുലർ ടോപ്പിക് നമുക്ക് സെക്കൻഡറി ഡാറ്റയ്ക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേജസ് ഓഫ് ബിസിനസ് റിസർച്ചിൽ പറയുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം പ്രോബ്ലം ഡെഫിനിഷൻ, ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെക്കുറിച്ചുള്ള എല്ലാം A to Z കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ആൻഡ് എൻഡിങ് വിത്ത് റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ, നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവായ സൊല്യൂഷൻ ഇതിനുള്ള കൺക്ലൂഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി വി പ്രിപ്പയർ എ റിപ്പോർട്ട് അപ്പോൺ ഇറ്റ്. അപ്പോൾ ഇതോടെ നമ്മുടെ ബിസിനസ് റിസർച്ച് ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു ഓൾ.